പറയുന്നുണ്ടോന്നും തോന്നല്ലേ. അടുത്ത ഈ കളിയെങ്കിൽ എനിക്ക് ജയിച്ചേ പറ്റൂ. ഈ കളിയും ജയിച്ചു, ഇനി അടുത്തുള്ള കളിയും ഞാൻ ജയിക്കും. അതിപ്പം അച്ചിട്ടായിട്ടാണ്. കാരണം നമ്മൾ നൈറ്റിനെ ഇറക്കിയിട്ടുണ്ട്. ആദ്യം തന്നെ അറ്റാക്ക് കിടക്കുന്നു. നൈറ്റിനെ ഇറക്കി കാരണം ഇവിടെ ഇട്ട് ഒരു ട്രാപ്പ് ഒരുക്കാൻ വേണ്ടി ചെക്കൻ ഇങ്ങനെ നിൽക്കുക കേട്ടോ. അവൻ്റെ ട്രാപ്പ് ഞാൻ അതിന് സമ്മതിക്കാത്ത രീതിയിൽ നൈറ്റിനെ ഇറക്കി ഡിഫെൻസ് ചെയ്തിട്ടുണ്ട്. ചെറുക്കനടുത്ത് എന്ത് നീക്കുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഈ അവസാനം വരെ കാണുക. കാരണം എന്ന് വെച്ചാൽ ചെറുക്കൻ നമ്മുടെ എതിർ പാർട്ടി കാണിക്കുന്ന ഓരോരോ മണ്ടത്തരങ്ങളിൽ നിന്നും ഓരോരോ അറിവ് നേടാൻ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും ഈ ഗെയിം. ഞാൻ മണ്ടത്തരം കാണിക്കത്തില്ല കേട്ടോ. ഞാൻ ഭയങ്കര പ്രോയാ. ഞാൻ മണ്ടത്തരം കാണിക്കത്തേയില്ല. മറ്റ് വീഡിയോസ് കാണുന്നവർക്കറിയാം ഞാൻ മണ്ടത്തരം കാണിക്കത്തേയില്ല അല്ലേ. അപ്പം നമ്മൾ ബിഷപ്പിനെ ഇറക്കുന്നു. എന്തൊക്കെ ചെയ്താലും പണി കിട്ടും കേട്ടോ. അടുത്ത മൂവ്മെൻറ്റ് ചെക്ക് മേറ്റ് ആവാൻ നോക്കുമെന്ന് തോന്നുന്നു. എന്തായാലും ഭാഗ്യത്തിന് റൂക്കിനെ വെട്ടിക്കൊണ്ടൊരു പണി തരാനുള്ള സാധ്യതയുണ്ട്. യെസ്, അത് നമ്മൾ സമ്മതിക്കുന്നില്ല. നമ്മൾ ബിഷപ്പിനെ വെച്ച് വെട്ടി, തിരിച്ചു വെട്ടി, മറിച്ച് വെട്ടി, തിരിച്ചും മറിച്ചും എല്ലാം വെട്ടി. മന്ത്രി കൊണ്ട് വെട്ടാക്കത്തില്ല, കാരണം കിങ് ഇരിക്കുന്നതുകൊണ്ട് മന്ത്രിയെ കണ്ട് വെട്ടാൻ പറ്റത്തില്ലല്ലോ. ഓക്കെ, അടുത്ത ആളെ കൊണ്ട് വരുവാണ് തള്ളിക്കൊണ്ട്. നമ്മളും ആളെ ഇറക്കുന്നു. മുന്നോട്ട് നമ്മളവിടെ നൈസായിട്ട് തടയിടണു. അടുത്തത് എന്താണ് അവരുടെ നീക്കം എന്ന് നോക്കാം. എന്തായാലും ഈ കളി സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ തോക്കുമെന്ന് അറിയത്തില്ല. എന്തായാലും നൈറ്റിനെ ഇറക്കി മുന്നോട്ട്. അടുത്ത റൂക്കിനും കിങ്ങിനെതിരെ ഇതൊരു അറ്റാക്ക് പ്രതീക്ഷിക്കാം. റൂക്കും കിങ്ങിനെ രക്ഷിച്ചുകൊണ്ട് പോന്നോ ഇല്ലയോ വെട്ടി. ഇതാണ് എൻ്റെ അറ്റാക്ക്. 7 സെക്കൻഡോ 9 സെക്കൻഡാണുള്ളത്. റൂക്കിനെ എന്തായാലും ഞാൻ എടുക്കുന്നു. പുള്ളിക്ക് 4 സെക്കൻഡ്, എനിക്ക് 7 സെക്കൻഡ് കൂടെ മാത്രമേ ഉള്ളൂ. ഓരോ മൂവ്മെൻറ്റും സ്പീഡ് ചെയ്തില്ലെങ്കിൽ അപ്പോഴേ ഔട്ടാകും. തോൽവി ഉറപ്പ്. എനിക്ക് 2 സെക്കൻഡ്. ജസ്റ്റ് ഞാൻ തോറ്റു. ഈ കളി കൈവിട്ട് പോയി. നമുക്ക് അടുത്ത കളി പിടിക്കാം. അടുത്ത കളി എളുപ്പത്തിന് പിടിക്കാൻ വേണ്ടി ആദ്യം തന്നെ ആളെ ഇറക്കുന്നു. സെൻറ്റർ നമ്മൾ ഓപ്പൺ ചെയ്യുന്നു. നൈറ്റ് സ്പീഡപ്പ് ആക്കിയിട്ടുണ്ട് കേട്ടോ. സ്പീഡപ്പ് ആക്കുന്നുണ്ട് കാരണം അവസാന നിമിഷം കൊണ്ട് ടൈം ഇല്ലാതാക്കണ്ട. സ്പീഡപ്പ് ആക്കുന്നു. കാസ്റ്റിംഗ് ചെയ്യാൻ വേണ്ടി ബിഷപ്പിനെ മാറ്റുന്നു. കാസ്റ്റിംഗ് ചെയ്യാനുള്ള ഇപ്പോഴേ സ്റ്റെപ്പ് തുടങ്ങിയിട്ടുണ്ട്. ബിഷപ്പ് പുള്ളി സ്ലോ ആവുന്നു കേട്ടോ. 42 സെക്കൻഡ് കൂടെ ഉള്ളൂ. ബിഷപ്പ് വെട്ടി മാറുന്നില്ല, ബാക്കിലോട്ട് എടുക്കുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് ചെസ് മല്ലുവിനെ കാണുന്നതെങ്കിൽ ചെസ് മല്ലുവിൻ്റെ ഫാമിലിയിലേക്ക് ജോയിൻ ചെയ്യുക, അത്രേ പറയാനുള്ളൂ. യെസ്, ബിഷപ്പിനെതിരെ അറ്റാക്കുമായിട്ട് വരുന്നുണ്ട്. ബിഷപ്പിനെ ഓട്ടിച്ചിട്ടടിക്കാൻ നിൽക്കുകയാണ്. ഓക്കെ, നമ്മൾ റൂക്കിനെ ഇറക്കിയാലോ എന്ന് വിചാരിക്കുകയാണ്. റൂക്കിനെ ഇറക്കാതെ ബിഷപ്പ് വെച്ചിട്ടുള്ള പരിപാടി നോക്കാം. അപ്പോൾ നമ്മൾ ഒന്നുകൂടെ പറഞ്ഞിട്ട് നിർത്തുവാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചെയ്യേണ്ടതായ സബ്സ്ക്രൈബ് നിങ്ങൾ ചെയ്യുക. നമ്മുടെ മറ്റ് വീഡിയോസുമായി കാണാൻ ശ്രമിക്കുക. കുറേ അധികം വീഡിയോസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ വീഡിയോസും കാണുക. ചെസ് ഇഷ്ടമാണെങ്കിൽ അതിനുള്ള അഭിപ്രായങ്ങൾ അറിയിക്കുക. ഓക്കെ, നമ്മൾ നൈറ്റിന് എതിരെ അറ്റാക്ക് വരുന്നുണ്ട്. ചെക്കൻ എന്തായാലും എതിരെ കാണിക്കുന്നതെല്ലാം ബ്ലണ്ടറായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ കാണിച്ചത് നമ്മളെ ബ്ലണ്ടർ. ഓക്കെ, ഒരു വിധത്തിലും രക്ഷപ്പെടാൻ പറ്റില്ല. 14 സെക്കൻഡോടെ മാത്രമേ ഉള്ളൂ. ടഫാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ റൂക്കിനെ അങ്ങ് എടുക്കുന്നു. 2 റൂക്ക് ചാൻസ് ഉണ്ടായിരുന്നു, ഒരു റൂക്കിനെ എടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നൈറ്റിനെ എടുത്താലോ അതോ റൂക്ക് വെച്ച് ചെക്ക് വിളിക്കണോ? മണ്ടത്തരം കാണിച്ചു കേട്ടോ. യെസ്, മന്ത്രി എടുക്കാം, അല്ലാതെ വേറെ വഴിയില്ല. ടൈം ഔട്ട്. ഈ കളിയും അവർ ജയിച്ചു. അടുത്ത കളി നമുക്ക് പിടിക്കാം. അപ്പോൾ അടുത്ത കളിക്കായി കാത്തിരിക്കുക. സബ്സ്ക്രൈബ്